ഹെൽത്തിയർ വേർഷൻ ഓഫ് സ്ട്രോബെറി ചീസ് കേക്ക് ആയാലോ? അതിനുവേണ്ടി ഒരു 250 ഗ്രാംസോളം സ്ട്രോബെറീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്യുക, ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സിന് വേണ്ടി. അതുപോലെ തന്നെ ഒരു ചെറിയൊരു പുളിപ്പിനും കൂടെ വേണ്ടി നമ്മൾ ഒരു ഹാഫ് ലെമൺ ഇതിലോട്ട് ആഡ് ചെയ്യുക. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ബബിൾസ് ഫോം ചെയ്യുന്ന കാണാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയർ, സ്ട്രോബെറി ഫില്ലിംഗ്. ഇതിനെ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കോട്ടേജ് ചീസിൻ്റെ ഒരു കട്ടിയുള്ളൊരു ലെയറാണ് അടുത്ത് ഉണ്ടാക്കേണ്ടത്. അതിനുവേണ്ടി ഒരു 450 ml പാൽ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നിട്ട് ഒരു ഹാഫ് ലെമൺ നന്നായിട്ട് ബോയിലായി വന്ന പാലിലോട്ട് ഒഴിക്കുക. അപ്പോഴത്തേക്കും ഇത് കേർഡിലായി തുടങ്ങും, നന്നായിട്ട് പിരിഞ്ഞു തുടങ്ങും. ഇനി ഇതൊരു ക്ലീൻ വൈറ്റ് ക്ലോത്ത് കൊണ്ട് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ പനീറിൻ്റെ പോർഷനും വാട്ടറിൻ്റെ പോർഷനും മാറ്റി വയ്ക്കുക. ഈ പനീറിന് വെള്ളമെല്ലാം മാറുമ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയി മാറും ഇതുപോലെ. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കേർഡും കൂടി ആഡ് ചെയ്യുക, തൈരും കൂടി ആഡ് ചെയ്യുക. അധികം പുളിയില്ലാത്തത് വേണം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുക, കുറച്ച് മധുരത്തിന് വേണ്ടി. അതുപോലെ തന്നെ ഒരു 3 ഡ്രോപ്സ് ഓഫ് വാനില എസൻസും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇതൊന്ന് കട്ടിയാക്കി എടുക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലോട്ട് 3 ടേബിൾ സ്പൂൺ ഓഫ് വാട്ടർ, നേരത്തെ മാറ്റി വെച്ചേക്കുന്ന വാട്ടറാണ്, അത് എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് വാട്ടറും കൂടി അതിലോട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇതൊന്ന് തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് വരും. അത് തണുക്കാൻ വെച്ചതിന് ശേഷം വേണം ഈ ഒരു നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മിക്സ്ചർ ഒഴിക്കാനായിട്ട്. ഇനി ഈ സ്ട്രോബെറി ചീസ് കേക്കിൻ്റെ അടിയിലത്തെ ലെയർ ആണ് നമുക്കിനി ഉണ്ടാക്കേണ്ടത്. അതിനുവേണ്ടി ഒരു പാക്കറ്റ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് എടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു പൗഡറായിട്ട് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിന് കുറച്ചൊരു കട്ടി വരും. എന്നിട്ട് ഒരു ട്രേ എടുത്തിട്ട് അതിലോട്ട് ഈ ഒരു ബോട്ടം ലെയർ ഫിക്സ് ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്യണം, നല്ല ലെവലായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ബോട്ടം ലെയർ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കോട്ടേജ് ചീസിൻ്റെ മിക്സ് ആയിട്ടുള്ള ലെയറും കൂടി ഒഴിക്കുക. ഇതും കൂടി ഒഴിച്ചതിന് ശേഷം ഇനി നമുക്കുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് റെഫ്രിജറേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഒരു 2 മണിക്കൂറോളം എങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം, ഇതൊന്ന് കട്ടിയാവാനായിട്ട്. 2 ഹവേഴ്സിന് ശേഷം ആ ലെയേഴ്സ് എല്ലാം കട്ടിയായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സ്ട്രോബെറി ഫില്ലിംഗ് ആഡ് ചെയ്യുക. ഏറ്റവും മുകളിലത്തെ ലെയറാണ് സ്ട്രോബെറി ഫില്ലിംഗ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒരു 1 ഹവറെങ്കിലും റെഫ്രിജറേറ്ററിൽ വെച്ചിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. ഇനി 1 മണിക്കൂറിന് ശേഷം നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഒരു ഹെൽത്തിയർ വേർഷൻ ഓഫ് സ്ട്രോബെറി ചീസ് കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് ടേസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ്. കാണാൻ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു, അതുപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ.